ആക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വായിച്ചത് അപ്പോൾ അവൻ ഇങ്ങോട്ടെടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായിരിക്കാൻ കാലിൽ നിന്ന് ചെരുപ്പ് അടിച്ചു കളയാൻ പറഞ്ഞു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവം ആയി എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതാ. യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മോശയെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കപ്പെടുന്നു. മോശയെയും ദൈവം ശുദ്ധീകരിച്ചിരിക്കപ്പെടുന്നു. താൻ ചില കൊലപാതകങ്ങൾ ചെയ്യപ്പെട്ടു. അന്നത്തെ സാഹചര്യം അനുസരിച്ച് അവൻ ചിലത് പ്രവർത്തിച്ചു എങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വരപ്പെട്ടപ്പോൾ യവന്റെ പാപമോ യവന്റെ ശാപമോ ദൈവം സന്നിധിയിൽ കഴുകപ്പെട്ടു. ശക്തിയോടെ നമുക്കൊരിക്കലും രക്തച്ചൊരിച്ചിൽ ചെയ്യുവാൻ അധികാരമില്ല. മറ്റൊരു മനുഷ്യന്റെ രക്തം ചൊരിയിക്കാൻ നമുക്ക് അധികാരമില്ല. മറ്റൊരു മനുഷ്യനോട് നമുക്ക് യുദ്ധം ചെയ്യുവാൻ ദൈവം വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകളുടെ 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകൾ അനുസരിക്കുക. അവൻ പിന്നത്തതില് മറ്റൊരു മനുഷ്യനെതിരെ ഒരു വ്യക്തികൾ മന്ത്രവാദം ചെയ്യുവാൻ പാടില്ല. എന്തെന്ന് വെച്ചാൽ ദൈവം അത് താല്പര്യപ്പെടുന്നില്ല. അവന്റെ മേൽ ദൈവത്തിന്റെ ക്രോധം വെളിപ്പെട്ട് വരപ്പെടാം. അതോടൊപ്പം മന്ത്രവാദം ചെയ്യുന്നവരുടെ മേല്, ദൈവമക്കളുടെ മേൽ ചെയ്യുന്നവരുടെ മേല് ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുക തന്നെ ചെയ്യപ്പെടും. ഹല്ലേലൂയ. ശക്തിയോടെ ബലത്തോടെ നിങ്ങൾ ആത്മാവിലും സത്യത്തിൽ നാം എല്ലാവരും യേശു കർത്താവിനെ ആരാധിക്കുന്നവരാ. നിങ്ങൾ ദൈവം തകർത്തു എങ്കിൽ ദൈവം അവരെ തൊടുവാനിടയായി തീരപ്പെടും. ദൈവം കുറെ ക്ഷമിക്കും. ദൈവം ഒരുപാട് ക്ഷമിക്കപ്പെടും. തന്റെ മക്കൾക്ക് നേരെ കൈ ഉയർത്തുന്നവർ ദൈവം ക്ഷമിക്കപ്പെടും. എന്തുകൊണ്ട് ദൈവം ക്ഷമിക്കുന്നത്? അവൻ ദൈവമായത് കൊണ്ട് തന്നെ ഈ മന്ത്രവാദം ചെയ്യുന്നവരെയും അവൻ പിതാവായത് കൊണ്ട് തന്നെ ദൈവം ക്ഷമിക്കപ്പെടുന്നു. പക്ഷേ എന്നും ദൈവം ക്ഷമിക്കത്തില്ല. ഒരു ദിവസം ദൈവം ആ വ്യക്തിക്കെതിരായിട്ട് എഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും നിന്റെ പിതാവിന്റെ ദൈവവുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നോക്കുക, ദൈവം ചെറിയൊരു അല്ലെങ്കിൽ ഒരു ഉൾപ്പണർപ്പിൽ ദൈവത്തിന്റെ ഒരു അഗ്നി കത്തിക്കൊണ്ട് നിൽക്കപ്പെടുന്നു. എന്നാൽ ഒരു മനുഷ്യനായിരിക്കുന്ന മോശയ്ക്ക്, ഒരു ജഡത്തിൽ പിറന്ന ഒരു മോശയ്ക്ക് തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ തീയെ നോക്കാൻ സാധിക്കുന്നില്ല. അവന്റെ കണ്ണിന് പ്രശ്നം വരുന്നു, അവന്റെ ശരീരത്തിന് പ്രശ്നം വരുന്നു. ദൈവത്തിന്റെ അഗ്നിയെ അവന് നോക്കുവാൻ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ നോക്കുക, ദൈവത്തിന്റെ ശക്തി ഒരു ഫുള്ളായിട്ട് ഒരു മനുഷ്യന്റെ പേര് ഇറങ്ങി വന്ന ആ മനുഷ്യൻ പിന്നെ കാണത്തില്ല. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആത്മാവിനും അവൻ പാകമായ അഭിഷേകം, അധികാരവും ശക്തി ദൈവത്തെയും ഒരുമിച്ച് അയക്കത്തില്ല. കുറേശ്ശെ ദൈവം അയക്കപ്പെടും. ആദ്യം ദൈവം ചെയ്യുന്നത് ഈ മൺപാണ്ഡമായ, ഇതൊക്കെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാണ്ഡം അല്ലേ, മൺപാണ്ഡം ആവേശത്തിൽ ദൈവം കുറേശ്ശെ അകവും പുറവും ദൈവം കഴുകി അവൻ ദൈവം ശുദ്ധീകരിച്ചെടുക്കപ്പെടും. ഇല്ലേ? അങ്ങനെയല്ലേ? ദൈവം കഴുകി ശുദ്ധീകരിക്കത്തില്ലേ? അത് ദൈവത്തിനെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യമാണ്, മറ്റേ ഒന്നിനെ കൊണ്ട് കഴിയത്തില്ല. അകവും പുറവും കഴുകുവാൻ ദൈവത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവം അകവും പുറവും കഴുകി നമ്മെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ, എടുത്തതിന് ശേഷം നമ്മുടെ മൺപാണ്ഡത്തിനകത്തിരിക്കുന്ന ആത്മാവിനകത്ത് ദൈവം കുറേശ്ശെ ദൈവത്തിന്റെ അഭിഷേകത്തെ നമ്മുടെ മേൽ അയക്കുവാനിടയായി തീരപ്പെടും. നാം ദൈവത്തിന്റെ ശക്തിയോ അഗ്നിയുള്ളവരായി മാറപ്പെടും. നിന്റെ അകത്തിരിക്കുന്ന അഗ്നി നമുക്ക് കാണാൻ കഴിയുമോ? നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകത്തിനെ എനിക്ക് കാണാൻ കഴിയത്തില്ല. പറ്റുമോ? എത്രത്തോളം അഭിഷേകം ഉണ്ടെന്നുള്ള കാര്യം, എങ്ങനെയാണ് ആ വ്യക്തി എന്നുള്ള കാര്യം നമുക്കറിയാല്ല. നിന്റെ അകത്ത് ദൈവം എത്ര അഭിഷേകം എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കൊട്ട് കാണുവാനായിട്ട് സാധിക്കില്ല. അത് ദൈവം നിങ്ങളുമായിട്ടുള്ള മാത്രം ബന്ധമാണ്. ഈ മൺപാണ്ഡത്തിനെ ശുദ്ധീകരിച്ചിട്ട് മാത്രമേ
ദൈവം നമ്മുടെ അകത്തളത്തിനകത്ത് അഭിഷേകം പകർന്നു തരത്തുള്ളൂ. 2, ആവേശം നിന്റെ അകത്തിരിക്കുന്നത് തീയ. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? തീ അല്ലേ? അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ നോക്കുക, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർ മാത്രം അവൻ ഒരു റൂമിനകത്ത് കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. ഇന്നത്തെ പോലെ പരസ്യമായിട്ട് ദൈവത്തെ ആരാധിക്കാനുള്ള അപേക്ഷിത അധികാരമില്ല. ഒരു പൗലോസ് എന്ന് പറയുന്ന ഒരു ശൗലുണ്ട്. ആ വാക്ക് വായിക്കുക. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ നോക്കുക, ആകാശത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു മുഴക്കമുണ്ടായി. നിർത്തിക്കോ. അഭിഷേകം നിന്റെ അകത്ത് ഇറങ്ങി വരപ്പെടണം. നീ ഭാഷമായി സംസാരിക്കുവാൻ തുടങ്ങും. നീ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങും. ആവേശത്തോടെ കൂടിയിരുന്നവര് ഒരൊറ്റ ഭാഷ എല്ലാവരും സംസാരിച്ചത് താന്റെ ഭാഷകളിൽ ദൈവം ഉച്ചരിക്കുവാൻ ദൈവം നാവിൽ കൊടുത്തതുപോലെ തന്നെ അവർ പല ഭാഷകളിൽ ദൈവിക ഭാഷകൾ അവർ സംസാരിക്കുവാൻ തുടങ്ങപ്പെട്ടു. ആ ഭാഷയുടെ പേരത്തിന് അന്യഭാഷ എന്ന് പറയപ്പെടുന്നത് പെന്തക്കോസ്ത് നാളില് അവർ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ സ്വർഗത്തിലെ യേശു വാഗ്ദാനം ചെയ്തിട്ട് പോയ ആ വാഗ്ദത്തമെന്ന പരിശുദ്ധാത്മാവ് ഈ ലോകത്തേക്ക് വിരിച്ചൊരുക്കിയ മാളിക മുറിക്കകത്തേക്ക് ഇറങ്ങി വരപ്പെട്ടു. അത് രഹസ്യമായിട്ടല്ല ഇറങ്ങി വന്നത്. രഹസ്യമായിട്ടാണ് ഇറങ്ങി വന്നത്. അവൻ കൊടുമുഴക്കത്തോടുകൂടി നല്ല ശബ്ദത്തോടുകൂടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരപ്പെട്ട്, പരിശുദ്ധാത്മാവ് ആരെയും ഭയക്കത്തില്ല. പരിശുദ്ധാത്മാവ് ആരെയും ഭയക്കുന്നവരാണോ? പരിശുദ്ധാത്മാവ് ഒരു ലോകത്തെയും ഒരു മനുഷ്യരെയും ഒരു രാജാവിനെയും ഒരു മന്ത്രിമാരെയും പരിശുദ്ധാത്മാവ് ഭയക്കത്തില്ല. അവൻ ആരെയും ഭയക്കാത്തവന. ഒരു പിശാചിനെയും അവൻ ഭയക്കത്തില്ല. ഈ പരിശുദ്ധാത്മാവ് പിശാചിനെ തകർക്കുന്നവനാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പരസ്യമായിട്ട് തന്നെ പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരപ്പെട്ടു. അവരുടെ നാവുകളിൽ അവൻ പരിശുദ്ധാത്മാവ് അവൻ തൊടുവാൻ തുടങ്ങപ്പെട്ടു. അഗ്നിജ്വാല പോലെ ചില വ്യക്തികൾ പുലർന്നിരിക്കുന്ന നാവുകൾ ഇവർ ദർശനം കാണപ്പെട്ടു. അഗ്നിജ്വാല എന്താ? അഗ്നിജ്വാല എന്നുള്ളത് ചെറിയ തീയാണോ? ജ്വാല എന്ന് വെച്ചാൽ ഭയങ്കരമായ തീ. പരിശുദ്ധാത്മാവ് തീയാണ്, മറക്കരുത്. ഹല്ലേലൂയ. ശക്തിയോടെ ബലത്തോടെ അമ്മേ. അപ്പൊ ദൈവം ഉൾപ്പെടേണ്ടി വന്നത് പരിശുദ്ധാത്മാവ് തീയായിട്ടാണ് ഇറങ്ങി വരപ്പെട്ടത്. മറക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് തീയ. ബാക്കി വായിക്കുക. നമ്മൾ ഇപ്പൊ നേരത്തെ പഠിച്ച ഭാഗം പ്രമാണം. നോക്കുക, മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി വയ്ക്കപ്പെട്ടു. എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ വെളിച്ചം അത്രത്തോളമാ, ദൈവത്തിന്റെ തീ അത്രത്തോളമാ. ഒരു മനുഷ്യന് നേരത്തെ സ്വർഗത്തിലെ ദൈവത്തിന് നോക്കുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പറയണം. ദൈവത്തിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ വിഗ്രഹത്തെ, യേശുവിന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പൊ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നത് അതിനകത്ത് ആരും ഇരിക്കുന്നവരാണ്? സാധാന്യ ശക്തി.
ഹല്ലേലൂയ. യേശുവിന്റെ വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുന്നവര് ഒത്തിരി പേരുണ്ട്. ദൈവം പറയുന്നു ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. ഒരു വിഗ്രഹത്തെ നിങ്ങൾ ഉണ്ടാക്കി അതിനെ സേവിക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന് അവൻ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നു. ഇന്ന് മനുഷ്യൻ അവൻ വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ച്, യേശുവിന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ച് അവൻ ദൈവമെന്ന് പറഞ്ഞ് അവൻ സേവിക്കപ്പെടുമ്പോ പ്രിയ സഹോദരങ്ങളെ, അതിനകത്ത് അവൻ വ്യാപരിക്കുന്നത് അവൻ ദൈവത്തിന്റെ ആത്മാവല്ല, അന്തിക്രിസ്തുവിന്റെ ശക്തിയത്രേ. ക്രിസ്തുവിന്റെ എതിർ ശക്തി മറക്കരുത്, ആന്റി ക്രൈസ്റ്റ്. ബാക്കി വായിക്കാം. യഹോവ അരുളിച്ചെയ്തത്, ഇസ്രായേലിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ട് ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയെ കേട്ടു. അപ്പൊ നോക്കിക്കോട്ടെ, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. ആരാ ദൈവത്തിന്റെ ജനം? അവൻ ഇസ്രായേലിലെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഇസ്രായേലിൽ നിന്ന് തടവിലാക്കപ്പെട്ട ഒരു കൂട്ടം ജനം, സാത്താൻ അടിമത്തത്തിൽ ആക്കിയിട്ടിരിക്കുന്ന ജനങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇത് എവിടെ നിന്ന് തുടങ്ങിയതാ? ഇത് ഇസ്രായേലിൽ നിന്ന് തുടങ്ങിയതാ. ഇത് പഴയ നിയമ കാലഘട്ടം മുതലേ തുടങ്ങിയതാ. അടിമത്തത്തിൽ ആക്കുക, അടിമ വേല ചെയ്യിപ്പിക്കുക, ദൈവത്തെ ആരാധിക്കാതെ ഇരിക്കുക. ദൈവത്തെ തള്ളിപ്പറയുവാൻ പറയുക, യേശുവിനെ തള്ളി പറയുക, ക്രിസ്ത്യാനിറ്റി അതിനെ നിഷേധിക്കുക, അതിനെ ഒഴിവാക്കുക, അതിനെ വിട്ടുകളയുക. ദൈവം യേശു വേണ്ട, ക്രിസ്ത്യാനിറ്റി വേണ്ട, ഇവിടെ നിങ്ങൾക്ക് ഈ മതം വേണ്ട എന്ന പ്രിയ സഹോദരങ്ങളെ, മതത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന മനുഷ്യരെ യേശു മതത്തിന്റെ ദൈവമല്ല. യേശു ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു സിഎസ്ഐയുടെ ദൈവമല്ല, ഒരു പെന്തക്കോസ്തിന്റെ ദൈവമല്ല. അവനെ വിശ്വസിച്ച് അവനെ എന്റെ ദൈവം തന്നെ എന്ന് അവന്റെ നാമം പറയപ്പെട്ടു. അവർ എല്ലാവർക്കും ഈ ദൈവം ഒറ്റ ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെയുള്ള യൂട്യൂബില് എന്തോ ചാനലിൽ ഞാൻ കണ്ട ഇങ്ങനെയാണ്, ഏതോ ഒരു സ്ഥലത്ത് ഒത്തിരി കുടുംബങ്ങളെ ചില മതഭ്രാന്തന്മാര്, മതം ചുമക്കുന്ന മതഭ്രാന്ത് പിടിച്ച ചില വ്യക്തികൾ പറയുക, നിങ്ങൾ ക്രിസ്ത്യാനിറ്റി നിങ്ങൾ കളഞ്ഞിട്ട് നിങ്ങൾ ഇന്ന മതത്തെ സ്വീകരിക്കുക. അതായത് പിശാചിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. ശക്തിയോടെ അവരെ ദേശം വിട്ട് എങ്ങോട്ടോ വനത്തിനകത്തൊക്കെ പലായനം ചെയ്ത് പോകപ്പെട്ടു. ഇന്ന് നമ്മുടെ ദൈവത്തെ അവൻ തള്ളിക്കളയുവാൻ പറയുന്ന ഈ കാലഘട്ടത്തിൽ നാം എത്തിക്കൊണ്ടിരിക്കപ്പെടുമ്പോ, കേരളം അതിന്റെ വക്കോളം എത്തിക്കൊണ്ടിരിക്കപ്പെടുമ്പോ, പ്രിയ സഹോദരങ്ങളെ, ഏകാധിപത്യ ഭരണത്തിന് ഇനി അധിക സമയമില്ല. അന്ത്യക്രിസ്തു ചാർക്കെടുക്കുക, അവന്റെ ഭരണം ഈ ലോകത്തില് ഫുള്ളായിട്ട് കടന്നു വരാം. ഇനി അധിക സമയമില്ല. ഇത് അവസാന കാലഘട്ടമാണ്. ഇത് അന്ത്യക്രിസ്തുവിന്റെ യുഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ തകർക്കുന്നത്, ഏകാധിപത്യ ഭരണം വരുന്നത്, ഒറ്റ മതമാക്കി തീർക്കുന്നത്, മതഭ്രാന്തന്മാർ ലോകത്തിൽ ഉടലെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായവിധി വഴിവക്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്റർനെറ്റ് കാണത്തില്ല, യൂട്യൂബ് കാണത്തില്ല, ഒന്നും കാണത്തില്ല. കാണുന്നത് യേശു മാത്രമേ കാണത്തുള്ളൂ. അവനെ വിശ്വസിക്കുകയും അവനെ ഏറ്റെടുക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ ദൈവം തന്നെ ആയിരിക്കപ്പെടും. മോശ ദൈവത്തെ കണ്ടപ്പോൾ അവൻ മുൾപ്പടർപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ മുൻപോട്ട് വന്ന് ആവേശം നോക്കിയപ്പോൾ അവൻ മുഖം പൊത്തുവാനായി തീരപ്പെട്ടു. ദൈവത്തിന്റെ മുഖം നോക്കുവാനോ ആ അഗ്നി നോക്കുവാനോ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ മുഖം പൊത്തിയെങ്കിൽ അവൻ ഈ ദൈവം തന്നെയാ, ഈ തീയിൽ പ്രത്യക്ഷപ്പെട്ടവൻ തന്നെയാ, അവൻ സത്യ ദൈവം. ഹല്ലേലൂയ. ഈ ദൈവത്തെ നിർത്താൻ പോകുന്നു. ഈ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക, ഈ ദൈവത്തെ നിങ്ങൾ സേവിക്കുക. പിശാചിന്റെ ഉടലെടുപ്പ് അടുത്തുകൊണ്ടിരിക്കപ്പെടുന്നു. അന്ത്യക്രിസ്തുവിന്റെ ഉടലെടുപ്പ് അടുത്തുകൊണ്ടിരിക്കപ്പെടുന്നു. മുദ്രകളെല്ലാം അവൻ നോക്കി പൊട്ടിച്ചു തീരാതായിരിക്കപ്പെടുന്നു. അവൻ ഇനി അധിക
നിങ്ങൾക്ക് സമയമില്ല. പ്രൈസലോ, കാലം തികഞ്ഞോ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസിപ്പ്, വേദപുസ്തകത്തിൽ വിശ്വസിക്കുക എന്ന നീ നിന്റെ കുടുംബവും രക്ഷപ്പെടുക. ആമേശ്വര ന്യായവിസ്താരത്തിൽ നിന്ന് നീ പുറത്തു വരപ്പെടുക. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നത് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന നമുക്കൊരു നിമിഷം കണ്ണുകളെ മൂടാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ അധികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ,